ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എടുത്തത് കൽപ്പേനിയിലെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. ഇത് ത്രോബോൾ മാച്ചാണ് കേട്ടോ. അവിടെ ബീച്ച് സൈഡിലാണ്. അടിപൊളി ഒരു എന്തെന്ന് പറയാൻ ആംബിയൻസ് ആണ്. കടൽക്കരയിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അന്ന് കടലും കുറച്ചൊരു ലോ ടൈഡ് ആയതുകൊണ്ട് കടൽ തീരത്തേക്കും അങ്ങോട്ട് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ സൈഡിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് 6 ടീമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ. ഇത് കാണുന്ന കൽപ്പേനിയുള്ള ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണേ. 6 എത്ര നമ്പേഴ്സാണെന്നുള്ളത്, എത്ര ടീമുണ്ടെന്നുള്ളത്. അപ്പോൾ ഓരോ ടീമാക്കിയിട്ട് അവരിങ്ങനെ നല്ല വാശിയേറിയ മത്സരം തന്നെയാണ്. അപ്പോൾ അത് കണ്ട് നിൽക്കാൻ നല്ല രസമുണ്ട്. കുറച്ച് സമയത്തേക്കെങ്കിലും എനിക്ക് എൻ്റെ ഒരു സ്കൂൾ കോളേജ് ലൈഫിലേക്കൊന്ന് പ്രീ ഡിഗ്രി, അന്നൊക്കെ പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ, +2 അല്ലായിരുന്നല്ലോ. ആ ഒരു സമയത്തേക്ക് എന്നെ കൊണ്ടുപോയോ എന്ന് ചോദിച്ചാൽ സത്യമാണ് കേട്ടോ, കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെയുള്ള കളികളൊക്കെ എപ്പോഴും പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അതൊക്കെ പോയില്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, അവർ കളിക്കട്ടെ, അവർ കളിക്കുന്നത് കണ്ടിട്ട് നമുക്ക് നിൽക്കാം, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആ വീഡിയോസിനൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നത്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ്ട എല്ലാം ടീമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ട്രാക്ക് ഷൂട്ട് ടീമുണ്ടല്ലോ, അവരെൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാണ് ഞങ്ങൾ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാനത് കംപ്ലീറ്റ് കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം പിള്ളേരെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ അത് പകർത്താമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അതേസമയം ഈ കുട്ടികളെ കളി കണ്ട, ഈ കടൽ തീരത്ത് കുറച്ച് ചെറിയ ഉമ്മമാർ അവിടെ കളി കണ്ടിരിക്കുമ്പോൾ കുറച്ച് കുഞ്ഞു മക്കളുണ്ടല്ലോ, അത് കടലുമായിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. പക്ഷേ അവർക്ക് അത്ര ഒന്നും പിള്ളേർക്കൊന്നും അങ്ങനെ പേടി ഉണ്ടാവില്ല. കാരണം അവർ എപ്പോഴും കാണുന്നില്ലേ കടൽ, കരയും ഇതൊക്കെ. അപ്പം അതുകൊണ്ട് അവരും അങ്ങനെ ഉമ്മമാരും അവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേർ അവിടെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. എൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ, ആ പിള്ളേരെ ബാക്കിൽ. കാരണം എനിക്ക് പേടിയാണ്. കാരണം നമുക്ക് എന്തെന്നറിയോ, കടൽ ലോ ടൈഡ് ആണെങ്കിൽ പോലും കടലല്ലേ, നമുക്ക് ഇപ്പോൾ കുട്ടികൾ വീണാൽ തന്നെ നമുക്ക് പേടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ എല്ലാവരും നല്ല വാശിയേറിയ മത്സരത്തിൽ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധയിലും കളിയിലാണ് കേട്ടോ. നല്ല വാശിയെന്ന് പറഞ്ഞാൽ നല്ല വാശിയാണ്. അത് പിന്നെ എത്ര 4-5 ദിവസം എന്തോ ഉണ്ടായിരുന്നത്. എനിക്ക് 2 ദിവസമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും കുറച്ച് ദിവസത്തേക്ക് അവിടെ കാര്യങ്ങളായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം പോയിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കും. പിന്നെ എൻ്റെ ഇതായിട്ട് ഞാനങ്ങനെ കറങ്ങാൻ പോകും. ഓരോ സ്ഥലവും ഇങ്ങനെ കറങ്ങി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അവിടെ കിട്ടിയ സമയം അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുവരെ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ കൽപ്പേനിയിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ് കൽപ്പേനി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമല്ലേ പിള്ളേരെ കളി. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരുടെ ബാക്കിൽ ഇങ്ങനെ കണ്ണോടിക്കും. ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് കടൽക്ക തീരത്ത് പിള്ളേർ കളിക്കുന്നത്. ഒക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും മിസ്സാക്കിയിട്ടില്ല. ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് മാച്ച്. അപ്പോൾ ഇന്ന് സെമി ഫൈനലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് വിന്നായവർ എല്ലാവരും കൂടിയിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് സെമി ഫൈനലിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അന്നും ഞങ്ങൾ ഇതുപോലെ പതിവ് പോലെ അവിടെ 5 മണിക്കാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എത്തി, കാരണം 5:30ക്ക് നമുക്ക് അവിടെ വേറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അരമണിക്കൂർ അവിടെ നിന്നിട്ട് കളി കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇതാ കളി സ്റ്റാർട്ട് ചെയ്തു. വാശിയേറിയ കളി തന്നെയാണ്. അപ്പോൾ മറ്റേ ഇതും സെമി ഫൈനലും കൂടി കണ്ടു നോക്കാം. ഫൈനലിൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് നമ്മൾ എങ്ങോട്ടോ പോയി ലാസ്റ്റ് ഡേ, കാരണം തിരിച്ച് വരാൻ സമയമായപ്പോൾ പിന്നെ നമ്മൾ നല്ല ബിസി ആയിപ്പോയിരുന്നു. അങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്. നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കണം. നിങ്ങൾ അതുപോലെ ലൈക്കും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാലാണ് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടാനും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാ. കൽപ്പനയിലുള്ള ആൾക്കാരെല്ലാം നല്ല ആക്റ്റീവാണ്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും എല്ലാവരും നല്ല ആക്റ്റീവാണ്, നല്ല സ്നേഹമുള്ളവരാണ്. പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, ലക്ഷദ്വീപുകാരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യങ്ങൾ ലക്ഷദ്വീപ് പോകുന്നവർക്ക് അത് മനസ്സിലാവും, നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ നാടും നാട്ടുകാരും എല്ലാം ഭയങ്കര സ്വീറ്റ്നെസ്സാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണും. ഇന്നത്തെ ദിവസം ഇതാ പെണ്ണുങ്ങളൊന്നും കടൽ തീരത്ത് അധികം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടല്ല. കുറച്ചൊന്ന് ഹൈറ്റൈഡ് ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ കരയിലോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നു, കുറച്ച് ചെറുങ്ങനായിട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ കല്ലിൻ്റെ ടെട്രാപ്പോളിലൊന്നും ആർക്കും ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ആ കടൽ തീരത്ത് അധികമൊന്നുമില്ല. ഇതെല്ലാം പിള്ളേർ എൻ്റെ ഫാൻസാണ് കേട്ടോ. അടിപൊളി നല്ല സ്വീറ്റാണ് കുട്ടികളെല്ലാം. അവർ നേരത്തെ വന്ന് സ്ഥലം പിടിക്കും, അവിടെ ഉറപ്പിക്കും. 5 മണിയാകുമ്പോഴത്തേക്കും അവിടെ സ്ഥലം പിടിക്കും. അപ്പോൾ കടൽ തീരത്തിൽ ഇന്നിപ്പോൾ അധികം ആൾക്കാരില്ല, എല്ലാം കരയിലാണുള്ളത്. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇതുണ്ട്, ഹൈറ്റൈഡാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം അടിച്ച് കയറുന്നുണ്ട്, കടലിങ്ങനെ അടിച്ച് കയറുന്നുണ്ട് തീരത്തോട്ട്. അപ്പോൾ ഇതാ പിള്ളേരെല്ലാം സെറ്റാണ് കേട്ടോ. പിന്നെ 5:30 ആയപ്പോൾ ഞങ്ങളവിടെ നിന്ന് സ്കൂട്ടായി. അപ്പോൾ പിന്നെ അടുത്ത നെക്സ്റ്റ് പരിപാടിയായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ. ബാ.